വയനാട് അമരക്കുനിയിൽ ഇറങ്ങിയ കടുവ ആടികൊല്ലി വെള്ളക്കെട്ട് ഭാഗത്തുനിന്ന് സൂചന. ഇന്നലെ രാത്രിയിലും വീണ്ടും കടുവ ആടിനെ കൊന്നു. തൂപ്ര അങ്കണവാടിക്ക് സമീപത്തു നിന്നാണ് കടുവ ആടിനെ പിടികൂടിയത്. ഇതോടെ ഒരാഴ്ചക്കിടെ കടുവ പിടികൂടിയ ആടിന്റെ എണ്ണം 5ആയി. വിവരങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, വലിയ തലവേദനയാണ് ഈ കടുവ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രദേശത്ത് നിന്നും 5ാമത്തെ ആടിനെ കൊന്നിരിക്കുകയാണ്. അതുപോലെ ഈ കടുവയെ പിടികൂടാനുള്ള നീക്കങ്ങൾ എത്രത്തോളമായി? തീർച്ചയായും നീലമ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ വനം വകുപ്പ് ഉള്ളത്. മാത്രമല്ല വലിയ ഭീതിയിലാണ് ഇവിടെയുള്ള നാട്ടുകാർ, അമരക്കുനിയിലെ നാട്ടുകാരുള്ളത്. ഇപ്പോൾ കണ്ടെത്തിയ ലൊക്കേഷൻ അമരക്കുനിയിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രം മാറിയുള്ള ഒരു ലൊക്കേഷനാണ്. ആ ലൊക്കേഷനിലാണ് ഇപ്പോൾ കടുവയുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു സ്ഥിരീകരണം ഇതിലുണ്ടായിട്ടില്ല. പ്രദേശത്തുള്ള ഒരു വ്യക്തി, ഒരു ക്ഷീര കർഷകൻ ഈ കടുവയെ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് ആ ഒരു പ്രദേശത്ത് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. എന്നാൽ തന്നെയും അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇദ്ദേഹം കണ്ടതാണ്, ആ കണ്ട കാര്യം പറഞ്ഞു എന്നുള്ളത് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് തെരച്ചിൽ തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഫോറസ്റ്റുകാരെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. ഈ പ്രദേശത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസവും ഈ ആടിനെ പിടികൂടിയത്. ഇത്തരത്തിൽ 5 ആടുകളെയാണ് ഒരു 2 ആഴ്ചക്കകം ഈ 8 ദിവസത്തിനുള്ളിൽ ഈ കടുവ കൊന്നിരിക്കുന്നു എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരത്തിൽ വലിയ ഭീതിയിലാണ് ഈ പ്രദേശത്തെ ജനങ്ങളാകെ ഉള്ളത്. ഈ അമരക്കുനി ഭാഗം, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള നിരവധി സ്ഥലങ്ങളുണ്ട്, ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. ആ കാടിനോട് ചേർന്നിട്ടുള്ള ഗ്രാമങ്ങളൊക്കെയാണ്. ആ ഗ്രാമങ്ങളിലുള്ളവരൊക്കെ വലിയ ഒരു ആശങ്കയിലാണ് ഉള്ളത്. എന്തിനാ തന്നെ ഇപ്പോഴും ഇവിടെ പരിശോധന നടത്തുകയാണ്. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് പ്രധാനമായി നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കൂടിനടുത്ത് വരെ, അതായത് ഈ കെണി ഒരുക്കിയ കൂടിനടുത്ത് വരെ ഈ കടുവ എത്തിയെങ്കിലും RRT സംഘം അതിനെ വളഞ്ഞുവെങ്കിലും പിന്നീട് ഈ കടുവ അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നീട് കടുവയെ കണ്ടിരുന്നില്ല. തുടർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും സമീപ പ്രദേശത്തൊന്നും കടുവയില്ല എന്നുള്ളതാണ് വനം വകുപ്പ് സ്ഥിരീകരിച്ചത്. തുടർന്നാണ് ഇന്ന് രാവിലെയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെരച്ചിൽ ആരംഭിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ മനുഷ്യവാസമുള്ള സ്ഥലങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ, അത്തരത്തിൽ ഗ്രാമപ്രദേശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ജനങ്ങൾ കൂടുതലായി എത്തിയത്. കഴിഞ്ഞ ദിവസം പൊങ്കലായിരുന്നു, അതിൻ്റെതായ ലീവ് ഉള്ളത് കൊണ്ട് തന്നെ നിരവധി പേരാണ് ഈ പ്രദേശത്തേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് ഈ തെരച്ചിലിന് രൂപപ്പെട്ടിരുന്നു. മാത്രമല്ല ഇന്ന് രാവിലെ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു തെരച്ചിൽ ആരംഭിക്കുമ്പോഴും ജനങ്ങൾ ഇങ്ങോട്ട് എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനമായി നോക്കിക്കാണേണ്ടത്. അത്തരത്തിൽ അത് വലിയ രീതിയിൽ ഈ ഒരു കടുവയെ പിടികൂടുന്നത് വലിയ ഒരു പ്രതിസന്ധി ഉളവാക്കുന്നു. മാത്രമല്ല തൊട്ടടുത്ത് തന്നെ കാടുള്ള പ്രദേശമാണ്, കാപ്പിത്തോട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കാപ്പിത്തോട്ടത്തിന്റെ ഉള്ളിലേക്ക് കടുവ പോയി കഴിയുകയാണെങ്കിൽ കടുവയെ ലൊക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കടുവയെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനെ അവിടെ വെച്ച് മയക്കുവെടി വെക്കുക എന്ന് പറയുന്നത് ഒരിക്കലും കഴിയില്ല. കാരണം ഈ കാപ്പിത്തോട്ടം ഇടതൂർന്ന ഒരു കാപ്പിത്തോട്ടം ആയതുകൊണ്ട് തന്നെ, തിങ്ങി നിൽക്കുന്ന ഒരു കാപ്പിത്തോട്ടം ആയതുകൊണ്ട് തന്നെ അതിലൂടെ എയിം ചെയ്ത് കടുവയ്ക്ക് വെടിവെക്കുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ കാപ്പിത്തോട്ടത്തിനുള്ളിൽ കടുവ എത്തിയിട്ടും വനംവകുപ്പ് അതിനെ വെടിവെക്കാതെ തുറസായ സ്ഥലത്തേക്ക് വരുവാൻ വേണ്ടി കാത്തുനിന്നത്. എന്നാൽ തുറസായ സ്ഥലത്തേക്ക് ഈ കടുവ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ കെണിയുടെ അടുത്തേക്ക് വന്നെങ്കിലും ആ കെണിയിലും ആ കടുവ അകപ്പെടാതെ ഇപ്പോൾ ഒരു വനംവകുപ്പിനെ പറ്റിച്ചുകൊണ്ട് കടന്നു കളയുന്ന ഒരു കടുവയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഓരോ ദിവസവും അത്തരത്തിൽ തന്നെയാണ്. അർജുൻ, ഇന്നലെയും അത് തന്നെയായിരുന്നു സ്ഥിതി. വളരെ കൃത്യമായി ഈ കാപ്പിത്തോട്ടത്തിനടുത്ത് അകത്ത് ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്തു എന്ന് DFO അറിയിക്കുകയാണ്. മാത്രവുമല്ല ഇന്ന് തന്നെ പിടികൂടാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷ ഇന്നലെ വനംവകുപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് വീണ്ടും ഒരാടിനെ കൂടി പിടികൂടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഒരു ഭീതി അങ്ങേയറ്റമായിരിക്കുകയല്ലേ ആ പ്രദേശത്ത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. നമ്മൾ ഒരിക്കലും ജനങ്ങളെ പാനിക് ആക്കുകയില്ല, എങ്കിൽ തന്നെയും ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കടക്കമുള്ള മാധ്യമപ്രവർത്തകർക്കടക്കം പറയാനുള്ളത്. ഇത്തരത്തിൽ ഓരോ ദിവസവും ഈ ആടിനെ പിടികൂടിയ കടുവ ഈ മനുഷ്യനെ ആക്രമിക്കാതിരിക്കട്ടെ, അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എങ്കിൽ തന്നെയും ജാഗ്രത പാലിക്കണം. ഈ പ്രദേശങ്ങളിലെ സ്കൂളുകളൊക്കെ, നിരവധി സ്കൂളുകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ നിരവധി ഈ ഇതിലൂടെ ഇറങ്ങി നടക്കുകയും സ്കൂളിൽ പോകുകയൊക്കെ ചെയ്യുന്ന കുട്ടികളാണ്. അവർക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും ഇത്തരത്തിൽ
ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഭീതി ഇവർക്കിടയിലുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കടുവയെ കഴിഞ്ഞ ദിവസം ഈ കൂടിനകത്തേക്ക് വന്നപ്പോൾ തന്നെ ഏകദേശം ഉച്ച കഴിഞ്ഞു, വൈകുന്നേരമായിരുന്നു. ആ വൈകുന്നേരമായപ്പോൾ വെടിവെക്കുക എന്ന് പറയുന്നത് മയക്കുവെടി വെക്കുവാൻ ഏകദേശം വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇത്തരത്തിൽ വന്യമൃഗങ്ങളെ വെടിവെക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ വെടിവെച്ച് പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ കടുവയ്ക്ക് ശരി അർജുൻ, വയനാട് അമരക്കുനിയിൽ ഇറങ്ങിയ കടുവ ആടികൊല്ലി വെള്ളക്കെട്ട് ഭാഗത്തുണ്ടെന്നാണ് സൂചന. അതിലും കൃത്യതയില്ല. എന്തായാലും ആ ഭാഗത്ത് ജനങ്ങളുടെ ഭീതി അങ്ങനെ തുടരുകയാണ്.